Hi guys, welcome to VLED study platform First News. Puducherry Cabinet gives nod for President's Rule. പ്രസിഡൻസ് റൂൾസ് എമർജൻസി പ്രൊവിഷൻ്റെ ഭാഗമാണ്. നമ്മൾ എമർജൻസി പ്രൊവിഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഫെബ്രുവരി 7 ന്യൂസ് പേപ്പർ അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 7.47 മിനിറ്റിന് ശേഷം നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. ആർട്ടിക്കിൾ 356 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രസിഡൻസ് റൂൾ അഥവാ സ്റ്റേറ്റ് എമർജൻസിയെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ പ്രസിഡൻറ്റിന് ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ പ്രസിഡൻസ് റൂള് പ്രഖ്യാപിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് ആർട്ടിക്കിൾ 356 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. 2 റീസൺസ് കാരണമാണ് സ്റ്റേറ്റ് എമർജൻസി ഒരു സ്റ്റേറ്റിൽ ഇമ്പോസ് ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറിയുടെ ഫെയിലിയർ, അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അനുസരിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒബേ ചെയ്തിട്ടില്ലെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷനാണ്. ഒപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷൻ പ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം, ആ സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂള് ഇമ്പോസ് ചെയ്യാം. ഒപ്പം തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അസംബ്ലിയിൽ മെജോറിറ്റി കുറവാണെങ്കിൽ സിമിലർലി എന്താണ് ആ ഗവൺമെൻറ്റിന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ വീണ്ടും പ്രസിഡൻസ് റൂള് ഇമ്പോസ് ചെയ്യാനുള്ള അധികാരം ആർട്ടിക്കിൾ 356 കൊടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ പ്രസിഡൻറ്റിന് റിപ്പോർട്ട് കൊടുക്കും. എങ്ങനെയാണ് കൊടുക്കുന്നത്, ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ പ്രകാരം ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 356 പ്രകാരം പ്രസിഡൻസ് റൂള് ഇമ്പോസ് ചെയ്യും. എപ്പോഴും ഓർക്കേണ്ട കാര്യം, പ്രസിഡന്റ് എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ആരുടെ അഡ്വൈസ് ഉണ്ടായിരിക്കും, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഇവരുടെ അഡ്വൈസ് പ്രകാരമായിരിക്കും പ്രസിഡന്റ് എന്തും ചെയ്യുന്നത്. ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡൻ്റാണ് പ്രസിഡന്റ് റൂൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി ഒരു സ്റ്റേറ്റിൽ ഇമ്പോസ് ചെയ്യുന്നതെങ്കിലും ആരുടെ അഡ്വൈസ് പ്രകാരമാണെന്ന് എപ്പോഴും ഓർക്കുക, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരമാണ്. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. സോ ഒരു സ്റ്റേറ്റിൽ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാലിഡിറ്റി 6 മാസമാണ്. ഇനി ഡിക്ലെയർ ചെയ്തതിൻ്റെ ഡേറ്റിൽ നിന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ പാർലമെൻറ്റിലെ 2 ഹൗസും ഇത് അപ്രൂവ് ചെയ്യുകയും വേണം. പാർലമെൻറ്റ് ഡിസോൾവ്ഡ് കണ്ടീഷനിലാണെങ്കിൽ എപ്പോഴാണോ പാർലമെൻറ്റ് വീണ്ടും കൂടുന്നത് ആ കൂടുന്ന സമയം തൊട്ടുള്ള വിത്തിൻ 2 മന്തിനുള്ളിൽ അവർ അപ്രൂവൽ കൊടുത്തിരിക്കണം. സ്റ്റേറ്റ് എമർജൻസി മാക്സിമം 3 വർഷം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. സോ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ 3 വർഷം വരെ മാക്സിമം എന്ത് ചെയ്യാം, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എന്നാൽ 6 മാസമാണ് വാലിഡിറ്റി എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു വർഷത്തേക്ക് അടുത്ത 6 മാസത്തേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെൻറ്റ് അപ്രൂവലും വേണം. ഇനി മറ്റൊരു പ്രൊവിഷൻ കൂടിയുണ്ട്. പണ്ടൊക്കെ ഈ ഒരു സ്റ്റേറ്റ് എമർജൻസി ഒരുപാട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിലുണ്ടെന്ന് വെക്കുക. ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് അവിടെ മോദി ഗവൺമെൻറ് BJP ഗവൺമെൻറ്റാണ് സെൻട്രൽ ഗവൺമെൻറ് ആയിട്ടുള്ളത്. എന്നാൽ കേരളത്തിലോ LDF ആണുള്ളത്. അപ്പം എന്താണ്, ഒരു ഒപ്പോസിഷൻ പാർട്ടിയാണ് ഈ സ്റ്റേറ്റിലുള്ളത്. അപ്പം ഇവർ തമ്മിൽ എന്താണ് പാർട്ടി പരമായിട്ട് പൊളിറ്റിക്കൽ പരമായിട്ട് 2 ഐഡിയോളജി ഉള്ളവരാണ്. സോ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊരു ടൂളായിട്ട് ഉപയോഗിച്ചിട്ട് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ടൈമിൽ ഒരുപാട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. 44th അമെൻമെൻറ്റ് ആക്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു സ്റ്റേറ്റ് എമർജൻസി 1 വർഷത്തിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നാഷണൽ എമർജൻസി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ സ്റ്റേറ്റ് എമർജൻസി ഒരു സ്റ്റേറ്റിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ ആവാറായപ്പോഴേക്കും നമ്മുടെ രാജ്യത്ത് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറഞ്ഞാൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ ഈ സ്റ്റേറ്റിൽ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം നാഷണൽ എമർജൻസി വന്നതോടുകൊണ്ട് എന്താണ്, ഇത് വേണമെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ പറയണം ഇവിടെ ഈ 1 വർഷത്തിനുള്ളിൽ എന്താണ് ഫ്രഷ് എലക്ഷൻസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനെ എലക്ഷൻ കമ്മീഷൻ സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൽ എന്ത് ചെയ്യാം, വീണ്ടും സ്റ്റേറ്റ് എമർജൻസി 1 വർഷത്തിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് 44th അമെൻമെൻറ്റ് ആക്ട്.
ഒപ്പം തന്നെ ആർട്ടിക്കിൾ 356 മിസ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റെക്കമെൻഡേഷൻസ് സർക്കാരിയ കമ്മീഷനിലും പുഞ്ചി കമ്മീഷനിലും പറഞ്ഞിട്ടുണ്ട്. ഈ 2 കമ്മീഷനും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷനാണെന്ന് ഓർക്കണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ജപ്പാൻ US ട്രീറ്റി എ പ്രോഡക്റ്റ് ഓഫ് കോൾഡ് വാർ. സോ ഈ ആർട്ടിക്കിളിൽ ഒരു ഐലൻഡിനെ പറ്റിയാണ് പറയുന്നത്. സെൻകാഗു ഐലൻഡ് ഓർ ഡിയായു ഐലൻഡ്. ഇത് രണ്ടും ഒറ്റ ഐലൻഡാണ്. പക്ഷേ സെൻകാഗു ഐലൻഡ് എന്ന് വിളിക്കുന്നത് ജപ്പാനാണ്, ഡിയായു ഐലൻഡ് എന്ന് വിളിക്കുന്നത് ചൈനയാണ്. ശരിക്കും ഇത് ഒറ്റ ഐലൻഡാണ്, പക്ഷേ 2 രാജ്യവും ഡിഫറെൻറ്റ് നെയിം ഇട്ടാണ് വിളിക്കുന്നത്. സോ സെൻകാഗു ഓർ ദിയായു ഐലൻഡിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എന്താണ് മാരിടൈം ഡിസ്പ്യൂട്ടാണ്. ചൈനയും ജപ്പാനും തമ്മിലുള്ള ഡിസ്പ്യൂട്ടുള്ള ലൊക്കേഷനാണ് അല്ലെങ്കിൽ ഐലൻഡാണ് സെൻകാഗു ഓർ ഡിയായു ഐലൻഡ്. സെക്കൻഡ് ഓർക്കേണ്ട കാര്യം, ഈ ഐലൻഡിൻ്റെ ലൊക്കേഷൻ ഈസ്റ്റ് ചൈന സീയിലാണ്. അപ്പം ഓപ്ഷൻസിൽ കൺഫ്യൂസ്ഡ് ആവലും. ഫസ്റ്റ് ഓർക്കേണ്ട കാര്യം, ചൈനയും ജപ്പാനും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ലൊക്കേഷനാണ് ഈ ഐലൻഡ്. ഈസ്റ്റ് ചൈന സീയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഈ ഡിസ്പ്യൂട്ടിൽ റിപ്പബ്ലിക് ഓഫ് ചൈനയും ഉണ്ട്. ഓർക്കേണ്ട കാര്യം, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയും ഉണ്ട്, റിപ്പബ്ലിക് ഓഫ് ചൈനയുണ്ട്. അപ്പോൾ തായ്വാനിലെ ഐലൻഡ് ഗവേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നതാണ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറയുന്നത്. എന്നാൽ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറഞ്ഞാൽ എൻറ്റയർ ചൈനയാണ്, എല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഈ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന എല്ലാ ലൊക്കേഷനും അവരുടേതാണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ റിപ്പബ്ലിക് ഓഫ് ചൈന ആ ഒരു തായ്വാൻ ഐലൻഡിലെ ഗവൺമെൻറ്റാണ്. അത് അവർ പറയുന്നത് ഞങ്ങൾ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പാർട്ടല്ലെന്നാണ് പറയുന്നത്. സോ ഈ ഒരു റിപ്പബ്ലിക് ഓഫ് ചൈനയും ഇതിൻ്റെ ഡിസ്പ്യൂട്ടിൻ്റെ ഭാഗമാണ്. ഈ റിപ്പബ്ലിക് ഓഫ് ചൈന, അതായത് തായ്വാൻ ഐലൻഡ് ഭരിക്കുന്ന റിപ്പബ്ലിക് ഓഫ് ചൈന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1949. കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഈസ്റ്റ് ചൈന സീയിലുള്ള ഈ ഐലൻഡിൻ്റെ പേരിലുള്ള ജപ്പാനും ചൈനയും തമ്മിലുള്ള മാരിടൈം ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് US-ൻ്റെ കൺസേൺ ആണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. 1960-കളിൽ US-ഉം ജപ്പാനും കൂടി ചേർന്നിട്ടൊരു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മ്യൂച്വൽ സെക്യൂരിറ്റി പാക്ട്. കോൾഡ് വാർ ടൈമിലായിരുന്നു ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. ഈ എഗ്രിമെൻറ്റ് പ്രകാരം ജപ്പാനെ ഏത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഭീഷണിയിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളാം എന്ന് US പറയുന്നൊരു സെക്യൂരിറ്റി പാക്റ്റാണ് 1960-ൽ സൈൻ ചെയ്തത്. എന്നാൽ US-ൻ്റെ ഈ ഒരു ക്ലെയിമിനെ ചൈന ബ്രാൻഡ് ചെയ്തേക്കുന്നത് കോൾഡ് വാറിൻ്റെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ആ ട്രീറ്റി എന്നാണ്. അതായത് US-ൻ്റെ ഈ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ജപ്പാനിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് US-ന് ജപ്പാനിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കമൻറ്റിനെ ചൈന ജസ്റ്റ് ഒരു കോൾഡ് വാർ ടൈമിലുള്ളൊരു പ്രോഡക്റ്റ് മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ബർമീസ് ഡേയ്സ്. ഈ ഒരു ആർട്ടിക്കിളിൽ മ്യാൻമാറിനെ പറ്റി അല്ലെങ്കിൽ ബർമയെ പറ്റിയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓർക്കേണ്ട കാര്യം, ഇന്നലെ മ്യാൻമാറിലെയും ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എത്നിക് ഗ്രൂപ്പിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. February 24 ഇന്നലത്തെ ആർട്ടിക്കിളിൽ സ്റ്റാർട്ട് ടൈമിൽ തന്നെ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒപ്പം തന്നെ മ്യാൻമാറിലെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സൈനിക അട്ടിമറിയെ പറ്റി February 3 അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ട് 12:15 ശേഷം. ഇത് രണ്ടും റെഫർ ചെയ്യുക. കാരണം മ്യാൻമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷം. ഒരുപാട് റിപ്പീറ്റഡ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ പറയുന്നത് മ്യാൻമാറും തമിലിയൻസും തമ്മിലുള്ള ഹിസ്റ്റോറിക് കണക്ഷനെ പറ്റിയാണ്. ഈ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡിവിയൽ ടൈമിലാണ്. ചോള എംപയർ ഉള്ള സമയത്ത് ചോള എംപയർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ട്രേഡ് കണക്ഷൻസ് ബേ ഓഫ് ബംഗാൾ കടന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് വരെ പോയിട്ടുണ്ടായിരുന്നു. ഈ ടൈമിലാണ് എസ്പെഷ്യലി ട്രേഡേഴ്സ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്തു, മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അവരെവിടെ വന്ന് സെറ്റിൽ ആവാറുണ്ട്, ബർമ അല്ലെങ്കിൽ മ്യാൻമാറിൽ പോയി സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മെഡിവിയൽ ടൈമിൽ. ഒപ്പം തന്നെ കൊളോണിയൽ ടൈമിൽ ബ്രിട്ടീഷ് എംപയർ വന്ന സമയത്തും സിമിലർലി ഇവിടെയുള്ള കുറേ തമിലിയൻസ് എവിടെ പോയിരുന്നു, ബർമയിൽ പോയി സെറ്റിലായിരുന്നു. മ്യാൻമാറിൽ 2021 ആദ്യമായിട്ട് സൈനിക അട്ടിമറിയൊന്നും നടന്നത്. 1962 സൈനിക അട്ടിമറി കാരണം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ മിലിറ്ററീസ് എല്ലാം ഈ തമിലിയൻസിനെ എന്ത് ചെയ്തു, ഒരുപാട് പെർസിക്യൂട്ട് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, തമിലിയൻസ് എന്ത് ചെയ്തു, അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തിരിച്ച് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള തമിലിയൻസ് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് 1962. ഇങ്ങനെ മടങ്ങിയെത്തിയ തമിലിയൻസിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തമിഴ്നാട്ടിലെ ഓരോ പാർട്സിലായിട്ട് സെറ്റിൽ ചെയ്തു. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, ബർമയുമായിട്ട് കണക്ഷനുള്ള ഇന്ത്യൻ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിലിയൻസ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ക്യാബിനറ്റ് അപ്രൂവ്സ് PLI പ്ലാൻ ഫോർ ഫാർമസ്യൂട്ടിക്കൽ IT ഹാർഡ്വെയർ.
PLI എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമാണ്. മാർച്ച് 2020 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ സ്കീം ലോഞ്ച് ചെയ്യുന്നത്. മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കീം പ്രകാരം ഫോറിൻ കമ്പനീസിനെ ഇന്ത്യയിൽ ഷോപ്പ് തുടങ്ങാനായിട്ട് ഇൻവൈറ്റ് ചെയ്യും. ഒപ്പം തന്നെ ഇവിടുത്തുള്ള ലോക്കൽ കമ്പനീസിന് അവരുടെ ഇപ്പോൾ നിലവിലുള്ള അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ടല്ലോ അത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള എൻകറേജ്മെൻറ്റ് കൊടുക്കുക. അതിനുവേണ്ടി കുറേ ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ് കൊടുക്കും. ഒപ്പം തന്നെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിനെ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കുറയ്ക്കുക. ഇത്തരം ലക്ഷ്യത്തോടു കൂടിയാണ് മാർച്ച് 2020 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2020 ഇത് ലോഞ്ച് ചെയ്തിരുന്നത്. ഇനി ഈ പ്ലാൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തേക്കുവാണ് ഈ വർഷം. അപ്പം മുമ്പ് മൊബൈൽ മാനുഫാക്ചറിങ്ങും ഇലക്ട്രോണിക് സെക്ടേഴ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അതൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ പ്ലാനിൽ ഫാർമ സെക്ടറും IT ഹാർഡ്വെയറും മെഡിക്കൽ ഡിവൈസസും കൂടി ഇൻക്ലൂഡ് ചെയ്തു. നെക്സ്റ്റ് ആർട്ടിക്കിൾ എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. മദ്രാസ് പൈനി നെയിംസേക്ക്. കോണ്ടെക്സ്റ്റ് എന്താണ്? ഹെഡ്ജ് ഹോഗ് അഥവാ മുള്ളംപന്നിയെ പറ്റിയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇത് നമുക്കറിയാമല്ലോ മുള്ളംപന്നി എങ്ങനെ ഇരിക്കുന്ന കുഞ്ഞ് അനിമലാണ്. ഗ്രൗണ്ടിന് ക്ലോസ് ആയിട്ടുള്ള അനിമലാണ്. അധികം ഉയരമൊന്നുമില്ല. മുള്ളുകളുണ്ട്. ഈ മുള്ളുകൾ നല്ല ഷാർപ്പറാണ്. ലോകത്തിൽ 17 ഇനങ്ങളാണ് മുള്ളംപന്നികളുള്ളത്. ആകെ ടോട്ടൽ 17 ഇനങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിൽ 3 എണ്ണമാണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ലോങ് ഇയർഡ് ഓർ കോളേർഡ് ഹെഡ്ജ് ഹോഗ്. സെക്കൻഡ് വൺ ഇന്ത്യൻ ഹെഡ്ജ് ഹോഗ്. തേർഡ് വൺ ബെയർ ബെല്ലീഡ് ഓർ മദ്രാസ് ഹെഡ്ജ് ഹോഗ്. ഈ ആർട്ടിക്കിളിൽ മദ്രാസ് ഹെഡ്ജ് ഹോഗിനെ പറ്റിയാണ് പറയുന്നത്. വളരെ കുഞ്ഞ് മാമലാണിത്. സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് മദ്രാസ് ഹെഡ്ജ് ഹോഗിനെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എൻഡമിക് ഇൻ സൗത്ത് ഇന്ത്യ. ഒപ്പം തന്നെ ഇത് ഇൻസെക്ടിവോറസ് ആണ്. ഇൻസെക്ട്സിനെയും വേംസിനെയൊക്കെയാണ് കഴിക്കുന്നത്. ഒപ്പം തന്നെ ഇത് നൊക്ടേണൽ ആണ്, അതായത് രാത്രിയിലാണ് ഇത് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. ഇനി ഓർക്കേണ്ട കാര്യം ഇന്ത്യയിൽ കാണപ്പെടുന്ന മുള്ളംപന്നികളും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ കാണപ്പെടുന്ന മുള്ളംപന്നികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. അപ്പം മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ UK, ആഫ്രിക്ക, സെൻട്രൽ ഏഷ്യ ഇവിടെയുള്ള മുള്ളംപന്നികളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വിൻ്റർ ഹൈബർനേറ്റ് ആണ്. എന്നാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഈ മദ്രാസ് ഹെഡ്ജ് ഹോഗ് എസ്റ്റിവേഷൻ ഇൻ സമ്മറാണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് എസ്റ്റിവേഷനും പറഞ്ഞു, ഹൈബർനേറ്റും പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റിലുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ടേംസുകളാണ്. വളരെ ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റ് കണ്ടീഷൻസ് മാറുമ്പം, അതായത് എക്സ്ട്രീമായിട്ടുള്ള ചൂട്, എക്സ്ട്രീമായിട്ടുള്ള തണുപ്പ്, ഇങ്ങനെ വരുമ്പോൾ സ്പീഷീസ് സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് ഈ ഹൈബർനേഷൻ, ബ്രൂണൈസേഷൻ, എസ്റ്റിവേഷൻ, ഡയോപോസ്. ഹൈബർനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ സ്ലീപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് വിൻ്റർ ആകുമ്പോൾ തണുപ്പ് വളരെ കൂടുതലാണ് അല്ലേ. തണുപ്പ് കൂടുതലാകുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് കുറയ്ക്കാൻ നോക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും വിൻ്റർ മന്ത്സിലാണ് ഈ സ്പീഷീസ് ഈ തണുപ്പ് സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്യും? വാം ആയിട്ടുള്ള കണ്ടീഷനിലുള്ള റീജിയനിലേക്ക് പോകും. അപ്പോൾ അവിടെ പോയിട്ട് അവരെന്ത് ചെയ്യും? അവിടെ പോയി റെസ്റ്റ് എടുക്കും. അപ്പോൾ അവരുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് എല്ലാം അവർ കുറയ്ക്കും. കാരണം അവരുടെ ബോഡി ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കും. അപ്പം വാം ബ്ലഡഡ് ആയിട്ടുള്ള അനിമൽസാണ് ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രൂണൈസേഷൻ ആണ്. ബ്രൂണൈസേഷൻ ഹൈബർനേഷനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളതാണ്. നേരത്തെ ഹൈബർനേഷൻ പറഞ്ഞപ്പം പറഞ്ഞു വാം ബ്ലഡഡ് ആയിട്ടുള്ള അനിമൽസാണ് ചെയ്യുന്നത്. എന്നാൽ ബ്രൂണൈസേഷൻ എന്ന് പറയുമ്പോൾ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള അനിമൽസാണ് ഇത് സ്വീകരിക്കുന്നത്. എസ്പെഷ്യലി റെപ്റ്റൈൽസ് ഒക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നതെന്ന് ഇവരുടെ ആക്ടിവിറ്റീസ്, മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും? ഷട്ട് ഡൗൺ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? വരാൻ പോകുന്ന വർഷത്തേക്ക് വേണ്ടി എനർജി എന്ത് ചെയ്യും? കൺസേർവ് ചെയ്യും. അതായത് അവർ ഒന്നും കഴിക്കില്ല, ഒന്നും കുടിക്കില്ല, ഡെഫിക്കേറ്റ് ചെയ്യത്തില്ല, മൂവ് ചെയ്യത്തില്ല. അപ്പോൾ കുറച്ച് ആഴ്ചകൾ അങ്ങനെ അനങ്ങാതെ തന്നെ കിടക്കും. അതിനെയാണ് ബ്രൂണൈസേഷൻ എന്ന് പറയുന്നത്. എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഹൈബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ സ്ലീപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എസ്റ്റിവേഷൻ എന്ന് പറയുമ്പോൾ സമ്മർ സ്ലീപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? കൂടുതൽ തണുപ്പ് കിട്ടുന്ന റീജിയനിലേക്ക് പോകും, എക്സ്ട്രീം ചൂട് സഹിക്കാൻ വയ്യാതെ. അതിനെയാണ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഹൈബർനേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പം ഹൈബർനേഷൻ ലോങ്ങർ പീരീഡിലായിരിക്കും അവർ ആ റെസ്റ്റ് എടുക്കുന്നത്. എസ്റ്റിവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ഡയോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻസെക്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ അല്ലെങ്കിൽ എംബ്രിയോസ് ഒക്കെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഇരിക്കത്തില്ലേ, ആ ഒരു ഉറങ്ങിയിരിക്കുന്ന ആ സമയമില്ലേ, ആ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ഡയോപാസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന മുള്ളംപന്നികൾ എന്താണ്?
സമ്മർ എസ്റ്റിവേഷനാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റ് രാജ്യങ്ങളിലുള്ള മുള്ളംപന്നികൾ എന്താണ് വിൻ്റർ ഹൈബർനേഷനാണ് ചെയ്യുന്നത്. ഇനി ഈ ആർട്ടിക്കിളിൽ മെയിനായിട്ട് പറയുന്ന കാര്യം, ഈ ഹെഡ്ജ് ഹോഗിന് വേണ്ടി ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലും ഈ ഒരു ജീവിയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇപ്പം മദ്രാസ് ഹെഡ്ജ് ഹോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റെയർ സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഈ ആർട്ടിക്കിൾ ഓർമ്മപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഒരു ട്രൈബിനെ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു സോഷ്യൽ ഇഷ്യൂസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. സോ നമുക്ക് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ട്രൈബ് എന്താണെന്നാണ് അറിയേണ്ടത്. ബാധക ട്രൈബിനെ പറ്റിയാണ് പറയുന്നത്. നീലഗിരി മലനിരകളിൽ കാണപ്പെടുന്ന ട്രൈബാണ്. ഏകദേശം 400 വില്ലേജസ് ഉണ്ട്. ഈ ഒരു ട്രൈബ് ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായിട്ട് കിടക്കുന്നത് 400 വില്ലേജുകളിലാണ്. ഈ വില്ലേജിനെ അവർ വിളിക്കുന്ന പേര് ഹത്തീസ് എന്നാണ്. ഇവർക്ക് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജാണ് ബാധക ലാംഗ്വേജ്. കോണ്ടെക്സ്റ്റ് ആൻറ്റി ഡിഫെക്ഷൻ ലോയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുക, ആ പാർട്ടി ലേബലിലാണ് ജയിച്ചു വന്നത്, MLA ആയത്. ആ വ്യക്തി എന്താണ് ഒപ്പോസിഷൻ പാർട്ടിക്ക് വേണ്ടി ആദ്യം എന്ത് ചെയ്യും, റിസൈൻ ചെയ്യും. കൂറുമാറ്റം, കക്ഷി മാറ്റം എന്നൊക്കെ പറയത്തില്ലേ, ഇതിനെ പറ്റിയാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ പുതുച്ചേരി അസംബ്ലിയിൽ നിന്ന് MLA റിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷൻ പ്രകാരം ഒരു MLAക്ക് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് റിസൈൻ ചെയ്യണമെങ്കിൽ എന്താണ് സ്പീക്കറിനാണ് കൊടുക്കേണ്ടത്. സ്പീക്കറിന് അത് ജെന്യുവിനായിട്ട് തോന്നിയിട്ട് സ്പീക്കർ അത് അറ്റസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് റിസൈൻഡായി. എന്നാൽ സ്പീക്കറിന് തോന്നുന്നത് ഫേക്കാണ്, കൂറുമാറ്റമാണ് എന്ന് തോന്നുവാണെങ്കിൽ സ്പീക്കർ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് സ്പീക്കർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് റിസൈൻ ചെയ്യാനും പറ്റത്തില്ല. അത് സ്പീക്കറിൻ്റെ ഡിസ്ക്രീറ്ററി പവറാണ്. കോണ്ടെക്സ്റ്റ് ആൻറ്റി ഡിഫെക്ഷൻ ലോയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുക, ആ പാർട്ടി ലേബലിലാണ് ജയിച്ചു വന്നത്, MLA ആയത്. ആ വ്യക്തി എന്താണ് ഒപ്പോസിഷൻ പാർട്ടിക്ക് വേണ്ടി ആദ്യം എന്ത് ചെയ്യും, റിസൈൻ ചെയ്യും. കൂറുമാറ്റം, കക്ഷി മാറ്റം എന്നൊക്കെ പറയത്തില്ലേ, ഇതിനെ പറ്റിയാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ പുതുച്ചേരി അസംബ്ലിയിൽ നിന്ന് MLA റിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷൻ പ്രകാരം ഒരു MLAക്ക് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് റിസൈൻ ചെയ്യണമെങ്കിൽ എന്താണ് സ്പീക്കറിനാണ് കൊടുക്കേണ്ടത്. സ്പീക്കറിന് അത് ജെന്യുവിനായിട്ട് തോന്നിയിട്ട് സ്പീക്കർ അത് അറ്റസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് റിസൈൻഡായി. എന്നാൽ സ്പീക്കറിന് തോന്നുന്നത് ഫേക്കാണ്, കൂറുമാറ്റമാണ് എന്ന് തോന്നുവാണെങ്കിൽ സ്പീക്കർ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് സ്പീക്കർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ വ്യക്തിക്ക് റിസൈൻ ചെയ്യാനും പറ്റത്തില്ല. അത് സ്പീക്കറിൻ്റെ ഡിസ്ക്രീറ്ററി പവറാണ്. ഇന്ത്യയിൽ 8 യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത്. എന്നാൽ ഈ യൂണിയൻ ടെറിട്ടറിയുടെ ഭരണം 2 ഡിവിഷനിലായിട്ടാണുള്ളത്. അതായത് ചില യൂണിയൻ ടെറിട്ടറിയിൽ ലെജിസ്ലേഷൻ ഇല്ല, ചില യൂണിയൻ ടെറിട്ടറിയിൽ ലെജിസ്ലേഷൻ ഉണ്ട്. അതായത് ചില യൂണിയൻ ടെറിട്ടറി സെൻട്രൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നു, അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. എന്നാൽ ചില യൂണിയൻ ടെറിട്ടറിയിൽ ലെജിസ്ലേഷൻ ഉണ്ട്. അപ്പോൾ യൂണിയൻ ടെറിട്ടറി വിത്തൗട്ട് ലെജിസ്ലേഷൻ ഉണ്ട്, യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേഷൻ ഉണ്ട്. ഇതെന്താണെന്ന് നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാം. യൂണിയൻ ടെറിട്ടറി വിത്തൗട്ട് ലെജിസ്ലേഷൻ, അത്തരത്തിലുള്ള യൂണിയൻ ടെറിട്ടറി ആകുമ്പോൾ കംപ്ലീറ്റ് അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതായത് ഡെമോക്രാറ്റിക് അല്ല, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റിയാണ് ആ ഒരു യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത്. യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പം എന്താണ്, അവിടെ കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ ആയിരിക്കും. ആ റീജിയൻ്റേതായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നിയമങ്ങൾ ഇപ്പോൾ പുതുച്ചേരി ലോ എന്ന് പറഞ്ഞാൽ പുതുച്ചേരിക്ക് വേണ്ടി അവരുടേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരിക്കും. കുറച്ചും കൂടി ഡെമോക്രാറ്റിക് ആയിരിക്കും നേരത്തെ പറഞ്ഞ ലെജിസ്ലേഷൻ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറി കമ്പയർ ചെയ്യുമ്പോൾ. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രൊവിഷൻസ് കൊണ്ടുവന്നത്. എന്നാൽ ഈ ലെജിസ്ലേഷനുള്ള യൂണിയൻ ടെറിട്ടറിയും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് അല്ല. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് യൂണിയൻ ഗവൺമെൻറ് അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ, അതായത് യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേഷൻ, അത്തരത്തിലുള്ള യൂണിയൻ ടെറിട്ടറിക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 239A ആണ്. Article 239A says that Parliament may by law create a body, whether elected or partly nominated and partly elected, to function as a legislation for the Union Territory or Council of Ministers or its function or power as specified in the law. ഫസ്റ്റ് തന്നെ ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത് നോക്കേ, എലക്റ്റഡ് ഓർ പാർട്ടിലി നോമിനേറ്റഡ്, അതായത് എലക്ട് ചെയ്യാം അല്ലെങ്കിൽ നോമിനേറ്റും ചെയ്യാം. സോ ഈ നോമിനേഷൻ എന്നുള്ള വാക്ക് കൂടുതലായിട്ടും സെൻട്രൽ ഗവൺമെൻറ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ കുറേ ഓർ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അതായത് ആ കണ്ടീഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ മതി, അങ്ങനത്തെ ഉള്ള രീതിയിൽ. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞേക്കുന്നുണ്ടോ സ്പെസിഫൈഡ് ഇൻ ദി ലോ. സ്പെസിഫൈ ഇൻ ദി ലോ, ആ ലോ തീരുമാനിക്കുന്ന ആരാണ്? പാർലമെൻറ്റാണ്. അതായത് ഈ ആർട്ടിക്കിൾ 239A ലെജിസ്ലേഷൻ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഇവിടെയും
കൂടുതൽ സെൻട്രലൈസേഷൻ ആണ്, ഒട്ടും തന്നെ ഡെമോക്രാറ്റിക് അല്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇതിൽ ഈ ഓർ ഓപ്ഷനിലാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കിടക്കുന്നത്. അപ്പോൾ ഒരു ലെജിസ്ലേഷനിൽ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ഓർ കണ്ടീഷനിൽ കിടക്കുമ്പോൾ അത് ഓപ്ഷണലായിട്ട് കിടക്കുവാണ്. അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടേക്കുവാണെങ്കിൽ എലക്റ്റഡ് മെമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഇല്ലാതെ എങ്ങനെയാണ് ഒരു ലെജിസ്ലേഷൻ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ആർട്ടിക്കിൾ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഓർ കണ്ടീഷൻസും സ്പെസിഫൈഡ് ഇൻ ദ ലോ എന്നുള്ളത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു. 1962 14 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം ഭേദഗതി വരുത്തിയിട്ടാണ് ഇതൊക്കെ ഇൻഡക്റ്റ് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നോമിനേറ്റഡ് എന്നുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഈവൻ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഈ ആർട്ടിക്കിളിൽ ഇനി എന്ത് വേണമെങ്കിലും പാർലമെൻറ്റിന് എഴുതി ചേർക്കാം അല്ലേ, ഭേദഗതി പ്രകാരം. അതിന് വെറും സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. അതായത് 50% ഉള്ള ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തും എഴുതി ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നോമിനേറ്റഡ് മെമ്പേഴ്സിൻ്റെ എണ്ണം, ക്ലോസ്, അങ്ങനത്തെ ഉള്ള രീതിയൊക്കെ പാർലമെൻറ്റിന് തീരുമാനിക്കാം. അപ്പം ഒട്ടും തന്നെ ഡെമോക്രാറ്റിക്കിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഒട്ടും തന്നെ ഡെമോക്രാറ്റിക് അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്നു. ചില യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ നമുക്കറിയാം, മാഹി, കാരക്കൽ, ഇതൊക്കെ പല പല ഡിസ്ട്രിക്റ്റിലായിട്ട് സ്പ്രെഡായിട്ട് കിടക്കുവാണ് അല്ലേ. അപ്പം അൺകണക്റ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിലാണ് ചില യൂണിയൻ ടെറിട്ടറിയൊക്കെ കിടക്കുന്നത്. അതും ഒരു ഇഷ്യൂസാണ്. ഒപ്പം തന്നെ പുതുച്ചേരിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നോക്കുകയാണെങ്കിൽ 33 സീറ്റാണുള്ളത്. ഇതിൽ 30 സീറ്റ് എലക്റ്റഡ് ആണ്, 3 സീറ്റാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. റീസെൻ്റായിട്ട് BJP 3 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതുച്ചേരിയിലെ ഗവൺമെൻറ് ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഒരു നോമിനേറ്റഡ് മെമ്പേഴ്സിനെ എവിടെയെങ്കിലും കൊണ്ടുവരുമ്പം അവിടുത്തെ അവരുമായിട്ട് അല്ലെങ്കിൽ പുതുച്ചേരി ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യാവൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മറുപടി ഇങ്ങനെയാണ്: സെക്ഷൻ 3(3) ഇൻ ഗവൺമെൻറ് ഓഫ് യൂണിയൻ ടെറിട്ടറി ആക്ട് 1963 പ്രകാരം 3 പേരിൽ കൂടുതൽ പേരെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. അവർ ഗവൺമെൻറ് സർവീസിൽ ഉള്ള വ്യക്തികളാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആര് വേണമെങ്കിലും സെൻട്രലിന് ഇവിടെ നോമിനേറ്റ് ചെയ്യാം എന്ന് സെൻട്രൽ ഗവൺമെൻറ് വാദിച്ചു. സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്യും? സുപ്രീം കോർട്ടിൽ കേസായിട്ട് പോകും. ആ കേസിൻ്റെ പേരാണ് ലക്ഷ്മി നാരായണൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2090. ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർട്ടിക്കിൾ പ്രകാരം ഡെമോക്രാറ്റിക് അല്ലായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് എന്താണ്, പുതുച്ചേരി ഗവൺമെൻറ്റിൻ്റെ കൺസൾട്ടേഷനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, അവർക്ക് ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തേക്കുന്നത് എന്നായിരുന്നു സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ്. എന്നാൽ ഇപ്പം നമുക്ക് ഈ നോമിനേറ്റഡ് മെമ്പർ എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് രാജ്യസഭയിൽ ഇത്ര മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യണമെന്നല്ലേ. പ്രസിഡൻറ്റ് 12 മെമ്പേഴ്സിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ എക്സ്പേർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉള്ള ആൾക്കാരായിരിക്കണം. ആർട്സ്, സ്പോർട്സ്, സയൻസ്, ഇവരൊക്കെ മുന്നിട്ട് നിൽക്കുന്ന എക്സ്പേർട്സിനെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന്, അതായത് കണ്ടീഷൻസ്, രാജ്യസഭയിലെ നോമിനേറ്റഡ് മെമ്പേഴ്സിന് ആരൊക്കെ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ യൂണിയൻ ടെറിട്ടറിയുടെ കാര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസോ പ്രൊവിഷൻസോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അൺഡെമോക്രാറ്റിക് ആണ്. അറ്റ്ലീസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പം ഇതെങ്കിലും കൺസിഡർ ചെയ്യണമെന്നാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞത്. സെക്കൻഡ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഇവിടെയുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ബോഡിയും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ബോഡിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായ സാധാരണ ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ബില്ലിൻ്റെ പേരിലായിരിക്കാം. ഈ ബില്ല് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻറ്റിനോട്ട് കൊടുക്കും. അങ്ങനെ പ്രസിഡൻറ്റ് എന്ത് ചെയ്യും? വീണ്ടും അത് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പ്രസിഡൻ്റാണ് അതിന് പെർമിഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ പ്രസിഡൻറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? പ്രസിഡൻറ്റ് ഇഷ്ടപ്രകാരമാണോ? അല്ല. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അത് ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. എഗെയിൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം ആക്ട് ചെയ്യുന്ന പ്രസിഡൻറ്റിൻ്റെ കയ്യിലാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ വീണ്ടും ചെല്ലുന്നത്. അപ്പം വീണ്ടും തീരുമാനമെടുക്കുന്ന ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. സോ ഹൈലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് യൂണിയൻ ടെറിട്ടറിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം തന്നെ ഒരു കേസും കൂടി ഇതിൽ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. NCT ഓഫ് ഡൽഹി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2090. ഈ കേസ് പ്രകാരം സുപ്രീം കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലെ ഡെയിലി അഫയേഴ്സിൽ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഇടപെടാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ മിക്കപ്പോഴും എന്താണ്, ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റ്സ് എവിടെയും ഫോളോ ചെയ്യാറില്ല എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ പൊളിറ്റി റിലേറ്റഡ് ആണ്. ഫെഡറലിസം ആൻഡ് ഇന്ത്യാസ് ഹ്യൂമൻ ക്യാപിറ്റൽ.
കോണ്ടെക്സ്റ്റ് ഡീസെൻട്രലൈസേഷനെ പറ്റിയാണ് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ താഴെ തട്ടിലുള്ള ഗവൺമെൻറ്റിന് കൂടുതൽ പവർ കിട്ടണം. അതായത് സെൻട്രൽ ഗവൺമെൻറ്റാണ് കൂടുതൽ പവർ ഉള്ളത്, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൂടുതൽ പവർ കിട്ടണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കൂടുതൽ പവർ കിട്ടണം. ഇതിനെ പറ്റിയാണ് ഈ ഒരു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അവർക്ക് വേണ്ടി എഡ്യൂക്കേഷൻ്റെ ഫീൽഡിലാണെങ്കിലും ഹെൽത്തിൻ്റെ ഫീൽഡിലാണെങ്കിലും എത്രത്തോളം ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഇതിന് വേണ്ടുന്ന എക്സ്പെൻഡിച്ചർ അവർ എത്രത്തോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ റേറ്റ് പറയുന്നത്. വേൾഡ് ബാങ്കിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 116. ഒപ്പം തന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കേണ്ട കാര്യം, ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണ്. ഇനി നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ 2017, ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2018 നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിലെ ലേണിംഗ് ഔട്ട്കംസും നല്ല രീതിയിൽ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയാണെങ്കിലും ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും ഹ്യൂമൻ ക്യാപിറ്റൽ അച്ചീവ് ചെയ്യുന്നതിൽ ഫെയിലിയർ ആണ്. കാരണം കറക്റ്റായിട്ടുള്ള ഔട്ട്കംസ് അവർക്ക് എത്തിക്കാൻ പറ്റിയില്ല, പക്ഷേ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാൾ ന്യൂട്രീഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് 2017 നാഷണൽ ഹെൽത്ത് പോളിസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തത്. ഒപ്പം തന്നെ നിതി ആയോഗിൻ്റെയാണ് പോഷൻ അഭിയാൻ. ഇത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടായിരുന്നു നിതി ആയോഗ് ഇത് റിലീസ് ചെയ്തിരുന്നത്. യൂണിയൻ ബഡ്ജറ്റ് 2021 മിഷൻ പോഷൻ 2.0 ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയാണ്? ഈ മാൾ ന്യൂട്രീഷൻ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷന് വേണ്ടി സമഗ്ര ശിക്ഷ അഭിയാൻ 2018 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇപ്പോഴും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് സ്കീംസും പ്രോഗ്രാമും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ കറക്റ്റായിട്ടൊരു ഔട്ട്കം കിട്ടുന്നില്ല. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണ്? ഹൈ സെൻട്രലൈസേഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിലെ 7th സ്കെഡ്യൂളിലാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ അറിയാം, ഫണ്ട് വരുന്നുണ്ട്. ഗവൺമെൻറ്റിന് റവന്യൂ കിട്ടുന്നത് എവിടെ നിന്നാണ്? ടാക്സിൽ നിന്നാണ്. ഈ ടാക്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് പോകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്കീംസോ കാര്യങ്ങളോ വരുമ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എടുത്ത് ചിലവാക്കുന്നത്. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ എമൗണ്ട് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഫിനാൻസ് കമ്മീഷൻ വരും. ഫിനാൻസ് കമ്മീഷൻ എന്ത് ചെയ്യും? ഇത് പഠിച്ചിട്ട് അടുത്ത ബഡ്ജറ്റിൽ എങ്ങനെയൊക്കെയാണ് എമൗണ്ട് കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം വെർട്ടിക്കൽ ഡെവല്യൂഷനും ഉണ്ട്, ഹൊറിസോണ്ടൽ ഡെവല്യൂഷനും ഉണ്ട്. വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുമ്പം സെൻട്രൽ ഗവൺമെൻറ് എത്ര എമൗണ്ട് എടുക്കും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി എത്ര എണ്ണം കൊടുക്കും. അപ്പോൾ ടോട്ടൽ എമൗണ്ടിൽ എത്രയാണ് സെൻട്രൽ ഗവൺമെൻറ്റിന് പോകേണ്ടത്, ഒപ്പം തന്നെ എത്രയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോകേണ്ടത്, അത് തീരുമാനിക്കുന്നതിന് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയും. ഇപ്പോഴത്തെ യൂണിയൻ ബഡ്ജറ്റിൽ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് 41% എമൗണ്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഫിനാൻസ് കമ്മീഷൻ്റെത് അഡ്വൈസറി ആണ്. എന്നാണ് 41% ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അഡ്വൈസറി ആണ്. അത് സെൻട്രൽ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം 41% ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുത്തേക്കുന്നത്. ഈ 41% എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൊത്തം സ്റ്റേറ്റ്സിനും വേണ്ടി ടോട്ടലായിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 41% എമൗണ്ട് എടുത്തിട്ടായിരിക്കും മഹാരാഷ്ട്രയ്ക്ക് ഇത്രയ്ക്ക്, കേരളത്തിന് ഇത്ര, ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത്. ഇതിനെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയും. അപ്പോൾ ക്രൈറ്റീരിയ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോ സ്റ്റേറ്റിന് ഇത്ര പെർസെൻറ്റേജ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ സ്റ്റേറ്റിനും കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആണ്. അൺകണ്ടീഷണൽ എന്ന് വെച്ചാൽ ഇപ്പം ഗവൺമെൻറ് ഇപ്പം മഹാരാഷ്ട്ര അല്ലെങ്കിൽ കേരളത്തിന് ഇത്ര എമൗണ്ട് കൊടുത്തെന്ന് വെച്ചോ, അത് സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ കൊടുക്കുന്നത്. പക്ഷേ അത് ഇന്ന ഫീൽഡിലെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവൂ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാവൂ എന്നൊന്നും സെൻട്രൽ ഗവൺമെൻറ്റിന് പറയാനുള്ള അധികാരമില്ല. അതായത് സ്റ്റേറ്റിന് അവരുടെ ഇഷ്ടത്തിന് ഏത് സ്കീമിലും ഏത് പ്രോഗ്രാമിലും അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം? ഈ എമൗണ്ട് ചെലവഴിക്കാം. അതിനെയാണ് അൺകണ്ടീഷണൽ എന്ന് പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 275 കണ്ടീഷണൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെങ്കിലും ഒരു വെൽഫെയർ സ്കീമോ അല്ലെങ്കിൽ പ്രോഗ്രാമോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻഡ് ഇൻ എയ്ഡ് വഴിയാണ് എമൗണ്ട് സ്വീകരിച്ചിട്ടുള്ളെങ്കിൽ ആ പർട്ടിക്കുലർ വെൽഫെയർ സ്കീമിൽ മാത്രമേ ആ എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 275 ഈ ട്രാൻസ്ഫർ കണ്ടീഷണൽ ആണെന്ന് പറയാം.
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു സെൻട്രലിൻ്റെ സ്കീം കൊണ്ടുവരുവാണെങ്കിൽ ആ സ്കീം ആ സ്റ്റേറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഇത്ര പെർസെൻറ്റേജ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കും, ബാക്കി പെർസെൻറ്റേജ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടണം. ബാക്കി പെർസെൻറ്റേജ് ഇപ്പോൾ 16:40 ആണെങ്കിൽ 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടത്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ ഫണ്ട് എവിടെ നിന്നാണ് എടുക്കുന്നത്? കൺസോൾട്ടേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നത്, സ്റ്റേറ്റിൻ്റെ കൺസോൾട്ടേറ്റഡ് ഫണ്ടിൽ നിന്ന്. പക്ഷേ സ്കീം ആരുടെയാണ്? സെൻട്രൽ സ്പോൺസർ ചെയ്യുന്ന സ്കീമാണ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൽ ഷെയർ കൊടുക്കണം അല്ലേ? അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പം ഫിനാൻസ് കമ്മീഷൻ കൊടുത്തിട്ടുള്ള 41%ൻ്റെ ആ ഒരു എമൗണ്ട് ഇത്രയായിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുവാണ്. ആ ഫണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് വീണ്ടും ഇവരെന്ത് ചെയ്യാണ്, സെൻട്രലിൻ്റെ സ്കീമിലേക്ക് ഇടേണ്ടി വരുവാണ്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് എങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് സ്കീമിന് വേണ്ടി കുറയ്ക്കും. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അൺകണ്ടീഷണലായിട്ട് എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ എമൗണ്ട് അവരുടെ കയ്യിലിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു സെൻട്രൽ സ്കീമുമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അവരുടെ കൺസോൾട്ടേറ്റഡ് ഫണ്ടിൽ നിന്ന് ഈ സ്കീമിന് അവർ ഇടേണ്ടി വരും. അപ്പോൾ ടോട്ടൽ ഇപ്പം ഒരു 13% ഒരു സ്റ്റേറ്റിന് കിട്ടുവാണെങ്കിൽ തന്നെ ആ 13% സ്റ്റേറ്റിൻ്റെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സെൻട്രലി സ്പോൺസേർഡ് സ്കീമുണ്ട്, ഗ്രാൻറ്റിൻ എയ്ഡുണ്ട്. അങ്ങനെ വീണ്ടും ഇതെന്ത് ചെയ്യാൻ സ്പ്ലിറ്റായി പോവുകയാണ്. അതായത് ഗവൺമെൻറ് ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാ ഫണ്ടിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇത് ഇഷ്യൂസാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ പവർ എടുക്കുവാണ്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റും പഞ്ചായത്തും മുനിസിപ്പാലിറ്റി എടുക്കുകയാണെങ്കിൽ ഇവർ തമ്മിലും കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം പഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയെ പറ്റി പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ 73rd 74th അമെൻമെൻറ്റ് ആക്റ്റിലാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിയും കിട്ടുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്ന സെയിം കാര്യം തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നത്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ആവശ്യത്തിന് എമൗണ്ട് കൊടുത്താലും അതിൽ നിന്ന് മറ്റ് ഫണ്ട് അവർ വീണ്ടും പല ഷെയറായിട്ട് സെൻട്രലി സ്പോൺസേർഡ് സ്കീമിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും കയ്യിലുള്ള എമൗണ്ട് കുറവാണ്. ഇതിൽ നിന്ന് വീണ്ടും പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കൊടുക്കുമ്പോഴേക്കും വീണ്ടും ഷെയർ കുറയും. അപ്പോൾ കൂടുതൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലൈസേഷൻ തന്നെയാണ്. ഇനി ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിനുമൊക്കെ അവരുടെ റവന്യൂ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ടാക്സിൽ നിന്നാണ്. അപ്പോൾ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുമ്പോൾ GDP ഒരു 0.2% വരത്തുള്ളൂ. മറ്റ് രാജ്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ GDP 3% വരും. അപ്പോൾ ഇത്രയും ഡിസ്പാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കാനും ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാനും പറ്റുന്നത്? അതായത് ഈ ആർട്ടിക്കിൾ മെയിനായിട്ട് പറഞ്ഞത് ഹ്യൂമൻ ക്യാപിറ്റലിനെ പറ്റിയാണ്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റലിലുള്ള ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് സെൻട്രലൈസേഷൻ ആണെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ പൊളിറ്റി റിലേറ്റഡ് ആണ്. ബെയിൽ ആസ് റൈറ്റ്. ഭീമ കൊറിഗാവോൺ വാർ അല്ലെങ്കിൽ ആ ബാറ്റിലിന് മെമ്മോറിയലിന് വേണ്ടി January 1, 2018 ആനുവൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരുപാട് ആക്ടിവിസ്റ്റുകൾ പ്രൊട്ടസ്റ്റുകളും വയലൻസും ക്രിയേറ്റ് ചെയ്തു. അതിൽ ഒരു വ്യക്തിയാണ് വരവര റാവോ. അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റാണ്, പോയറ്റുമാണ്. അപ്പോൾ ഈ വ്യക്തിക്ക് ബോംബെ ഹൈക്കോർട്ട് കണ്ടീഷണൽ ബെയിൽ ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഗ്രൗണ്ട്സിൻ്റെ പേരിലാണ് ഈ ഒരു കണ്ടീഷണൽ ബെയിൽ അല്ലെങ്കിൽ ജാമ്യം കൊടുത്തത്. ആദ്യം മനസ്സിലാക്കേണ്ടത് കണ്ടീഷണൽ ബെയിൽ എന്താണെന്നാണ്. ഇമ്പോർട്ടൻറ്റ് CRPC സെക്ഷനാണ് 437 Clause 3. ഇതിൽ ഏതെങ്കിലും വ്യക്തി ഇപ്പം ഹീനസ് ആയിട്ടുള്ള മർഡർ, റേപ്പ് ഇങ്ങനത്തെ ഉള്ള കേസുകളൊക്കെ വരുമ്പോൾ മിക്കപ്പോഴും 7 വർഷത്തിൽ കൂടുതലൊക്കെയാണ് ശിക്ഷ കിട്ടുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒഫൻസ് ആണെങ്കിൽ ചിലപ്പോഴൊക്കെ ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോർട്ടാണെങ്കിൽ ഹൈക്കോർട്ടാണെങ്കിലും ബെയിൽ കണ്ടീഷൻസ് കൊടുക്കാറുണ്ട്. ഈ ബെയിൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബോണ്ടാണ്. കുറേ കണ്ടീഷൻസ് പറയും. ഇപ്പോൾ ഈ ഒരു പ്രതിയോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻസൊക്കെ നിങ്ങൾക്ക് ജാമ്യം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് പറയും. ഇത്തരത്തിൽ 7 വർഷത്തിൽ കൂടുതലാണ് ശിക്ഷയെങ്കിൽ അവർക്കാണ് ഈ കണ്ടീഷണൽ ബെയിലോട് കൂടി കൊടുക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ജാമ്യം കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ ബോണ്ട് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വരവര റാവു 82 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കൺസിഡർ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് കണ്ടീഷണൽ ബെയിൽ കൊടുത്തേക്കുന്നത്. കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ NIA കോർട്ട് മുംബൈയുടെ ആ ഒരു ജൂറിസ്ഡിക്ഷൻ വരുന്ന ആ റീജിയനിൽ തന്നെ സ്റ്റേ ചെയ്തിരിക്കണം. അത് വിട്ട് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത റീജിയനിലേക്ക് പോകാൻ പാടില്ല. സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ഈ ഒരു അറ്റൻഡൻസ് പറയുന്ന കണക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും പോയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ്
കാണിക്കണം. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ വാട്സപ്പ് വീഡിയോ കോളാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഹെൽത്ത് കണ്ടീഷൻസോട് കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് വീഡിയോ കോൾ വഴി ആ ഒരു പ്രസൻസ് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കണം. ഒപ്പം തന്നെ ഇതുപോലുള്ള സിമിലർ ക്രൈം പുറത്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ക്രൈം ചെയ്ത് അത് രജിസ്റ്റേർഡ് FIR വരുവാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും എന്ത് ചെയ്യും, ഈ ഒരു കണ്ടീഷണൽ ബെയിൽ ആ ഒരു സമയത്ത് എത്ര എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ കണ്ടീഷണൽ ബെയിൽ അപ്പം തന്നെ റിമൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒപ്പം തന്നെ മീഡിയ, പ്രിൻ്റ്, ഇലക്ട്രോണിക് ഡിവൈസസ് ഇവിടെ ഒന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റും പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നും ഈ കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോർട്ട് എന്ത് ചെയ്യും, ഈ കണ്ടീഷണൽ ബെയിൽ റിജക്റ്റ് ചെയ്യും. സോ ഓർക്കേണ്ട കാര്യം, അൺലോഫുൾ പ്രിവെൻഷൻ ആക്ട് പ്രകാരമാണ് ഈ വ്യക്തിനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. സുപ്രീം കോടതിയുടെ 2019 ജഡ്ജ്മെൻറ്റും ഒപ്പം തന്നെ സെക്ഷൻ 43D ഓഫ് അൺലോഫുൾ പ്രിവെൻഷൻ ആക്ട് പ്രകാരം ഈ ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന വ്യക്തി ആ ക്രൈം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചാൽ മാത്രമേ ജാമ്യം കൊടുക്കാവൂ എന്നാണ് പറയുന്നത്. പക്ഷേ ബോംബെ ഹൈക്കോർട്ട് ഇത് ഓവർറൂളാണ് ചെയ്തത്. കാരണം റൈറ്റ് ടു ഹെൽത്ത്, റൈറ്റ് ടു ലിവ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതിനെ കൺസിഡർ ചെയ്തിട്ടാണ് 82 വയസ്സുള്ള ഈ വ്യക്തിക്ക് ജാമ്യം കൊടുത്തത്. മെഡിക്കൽ കൺസേൺ എന്നുള്ള ഗ്രൗണ്ട് വെച്ചിട്ടാണ് കണ്ടീഷണൽ ബെയിലാണ് കൊടുത്തത് എന്നാണ് ഹൈക്കോർട്ട് പറയുന്നത്. That's it. Waiting for your valuable suggestions. Thank you for watching.